അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന ദിനത്തിൽ അന്നത്തെ പ്രസിഡന്റ് വായിച്ചത് 23-ാം സങ്കീർത്തനമാണ്. അതിൽ അടിവരയിട്ട് പറഞ്ഞത് 4-ാം വാക്യമാണ്. അതാണ് ഇന്നത്തെ വചനപ്രഭാതത്തിലെ ചിന്ത. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. അങ്ങ് എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, അങ്ങയുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. ഏതൊരു ഭക്തനും ജീവിതത്തിൽ ഇങ്ങനെയൊരു താഴ്വര തരണം ചെയ്യേണ്ടി വരും. റൂട്ട് മാറ്റിപ്പിടിച്ചാലും ഈ വിധത്തിലുള്ള താഴ്വരകളെ ഒഴിവാക്കാമെന്ന് ധരിക്കണ്ട. അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ പോയി താമസിച്ചാലും കൂരിരുൾ താഴ്വരയുടെ അനുഭവങ്ങൾ ഒഴിവായി പോകുകയില്ല. പിന്നെ എന്താ മാർഗം? അതിനെ തരണം ചെയ്യാനുള്ള കൃപ എൻ്റെ ഇടയൻ എനിക്ക് തരുമെന്ന് അനുഭവിക്കുന്നവരുടെ സാക്ഷ്യം മനസ്സിലാക്കിയും വചനം മനസ്സിലാക്കിയും വിശ്വസിച്ച് മുമ്പോട്ട് പോകുകയാണ് ഇതിനുള്ള മാർഗം. അദ്ദേഹം പറയുകയാണ്, ആ സമയത്ത് എൻ്റെ ഇടയൻ എന്നോട് കൂടെ ഇരിക്കുന്നു, അവിടുത്തെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഈ താഴ്വരയിൽ ഇരുട്ടാണ്, അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ മേല. താഴോട്ട് നോക്കിയാൽ വലിയ കൊക്കയാണ്, വീണാലൊരു പൊടി കിട്ടുകയില്ല. പക്ഷേ കാണാൻ മേലെങ്കിലും എനിക്ക് കേൾക്കാം ഇടയൻ്റെ ശബ്ദം. എന്താണ് ശബ്ദം? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല എന്നീ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ താഴ്വര തരണം ചെയ്യും. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുനീർ താഴ്വരയിലൂടെ പോകുന്നവർ, മരണദുഃഖത്തിൻ്റെ താഴ്വരയിലൂടെ പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. 2026 ഏപ്രിൽ മാസത്തിൽ തൃശ്ശൂരിൽ പടക്ക നിർമ്മാണ സ്ഥലത്തുണ്ടായ തീബാധയെ തുടർന്ന് വലിയ കണ്ണുനീർ കയത്തിലാണ് ഒരു വലിയ കൂട്ടം ജനം. ഭക്തന്മാരെ, നിങ്ങൾ ദൈവത്തെ അറിയണം, ആചാരങ്ങളല്ല, അതിനപ്പുറത്ത് ദൈവത്തെ അറിയണം. മതത്തെ അല്ല, ആചാരങ്ങളെ അല്ല, പേഴ്സൺ, ദൈവത്തെ അറിയണം. ഇവിടെ പറയുന്ന വാക്കുകൾ ഏതൊരാൾക്കും അനുഗ്രഹമാണ്. കൂരിരുൾ താഴ്വര, കട്ട ഇരുട്ടാണ്, ആരെയും കാണാൻ മേല, പക്ഷെ ഇടയൻ്റെ ശബ്ദം കേൾക്കാം. അതുകൊണ്ട് പറയുകയാണ്, നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഐ നോ യുവർ പ്രസൻസ് ലോർഡ്. ഇന്ന് ഞങ്ങളുടെ ഈ
ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന സഹോദരി സഹോദരന്മാരെ, അവിടുത്തെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ പ്രയാസങ്ങൾ എത്ര വലുതാണെങ്കിലും, നിങ്ങൾ കടന്നു പോകുന്ന താഴ്വര എത്ര ഭീകരമാണെങ്കിലും, ഒന്ന് ധ്യാനിച്ചിരിക്കൂ, ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കൂ. നിങ്ങൾക്കൊരു ശബ്ദം കേൾക്കാം: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിന്നോട് കൂടെയിരിക്കും, ഞാൻ നിന്നെ വിടുവിച്ച് മഹത്വപ്പെടുത്തും എന്ന് പറയുന്ന ഇമ്പമുള്ള ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ആയതിനു വേണ്ടി ഇന്ന് നിങ്ങളെ തന്നെ ഏകാഗ്രപ്പെടുത്തി താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ഈ താഴ്വര നാം കടക്കും. കിടക്കാനുള്ളതല്ലിത്, കടക്കാനുള്ളത്. God bless you.